നമ്മുടെ സമ്പത്തിൽ അള്ളാഹുവിന് അവകാശമുണ്ട് എന്ന് തോന്നണം. നമ്മുടെ സമയത്തിൽ അള്ളാഹുവിന് അവകാശമുണ്ടെന്നറിയണം. അതറിഞ്ഞതിന്റെ പേരിലാണല്ലോ നിങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. അള്ളാഹു അത് അങ്ങനെ തന്നെയായി സ്വീകരിക്കട്ടെ. നിങ്ങൾക്കൊക്കെ എത്രയോ തിരക്കുള്ള ആളുകൾ ഈ സമയം അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്നത് കേൾക്കാൻ വന്നിരിക്കുന്നത്. നമ്മുടെ സമയത്തിൽ നിന്ന് അള്ളാഹുവിന് അവകാശപ്പെട്ട സമയമുണ്ട്, അത് നാം വകവെച്ചു കൊടുക്കണം എന്ന ഒരാശയത്തിന്റെ പിന്നിലാണെങ്കിൽ നമ്മുടെ വരവ് ലാഭമാണ്, ഈ ഇരിക്കുന്നത് ലാഭമാണ്, കേൾക്കുന്നത് ലാഭമാണ്, ചിന്തിക്കുന്നത് ലാഭമാണ്. അള്ളാഹു ഇത് സൽക്കർമ്മമായി സ്വീകരിക്കുകയും നാളെ നമ്മെ രക്ഷപ്പെടുത്തുകയും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവിന്റെ ദീനിന് താങ്ങായി നമുക്ക് നിൽക്കാൻ കഴിയണം. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഹദീസ് സ്വഹീഹൈനിലുണ്ട്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ എന്ന ഹബീബിന്റെ ആദ്യ ഭാര്യ, നമ്മുടെ ഉമ്മയായ ഫാത്തിമ ബീവിയുടെ ഉമ്മയായ സർവമാന അഹ്ലു ബൈത്തും കടന്നു പോകുന്നത് ഫാത്തിമ ബീവിയിലൂടെയാണ്. അവരുടെ ഉമ്മയാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ. മഹദി റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ വരുന്നു ജിബ്രീൽ അലൈഹിസ്സലാം. യാ റസൂലല്ലാഹ്, ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബിനോട് പറയുന്നു, നബിയേ ഹാദിഹി ഖദീജതു, നബിയേ ഖദീജ ബീവി ഇദാ അതത്, അങ്ങയുടെ മുമ്പിലേക്ക് വരുന്നു നബിയേ. വമഅഹാ ഇനാഉൻ ഫീഹി തുആമുൻ വശറാബ്, അങ്ങേക്ക് തിന്നാനും കുടിക്കാനുമുള്ള ഭക്ഷണവുമായി ഖദീജ ബീവി അതാ കൊണ്ടുതരുന്നു നബിയേ. ഇപ്പോൾ വരുന്നുണ്ട്, അങ്ങയുടെ വീട്ടിലേക്ക് എത്താറായിട്ടുണ്ട് നബിയേ. ഫഇൻ ഹിയ അതത്, ഖദീജ ബീവി നിങ്ങളുടെ മുമ്പിലേക്ക് വന്നാൽ ഫഖറ അലൈഹാ മിർ റബ്ബിഹാ സലാം വമിന്നി, ഞാനും അല്ലാഹുവും അവരോട് അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞുവെന്ന് ഖദീജ ബീവിയോട് പറയണേ നബിയേ എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. എന്താണ് ആ സർട്ടിഫിക്കറ്റ്? അല്ലാഹു സലാം പറഞ്ഞയച്ചു. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു കരഞ്ഞു പോയിട്ടുണ്ട്. അസ്മാനി റബ്ബി ഫിൽ മലഇൽ അലാ ഖാല നഅം ഫബകാ ഉബയ്യ്. ഉബയ്യ് റളിയല്ലാഹു അൻഹുവിനെ നബി തങ്ങൾ വിളിച്ച് ഇതുപോലൊരു വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. സയ്യിദുൽ ഖുറാ, വിശുദ്ധ ഖുർആനിന്റെ പാരായണം ചെയ്യുന്ന, ഖുർആൻ പഠിക്കുന്ന ആലിമീങ്ങളുടെ നേതാവ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറഞ്ഞു, ഉബയ്യേ, അല്ലാഹു എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് സൂറത്തുൽ ബയ്യിന ഓതിത്തരണമെന്ന്. ഇരിക്കുന്നു ഉബയ്യേ, ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാം. തങ്ങളോട് പറഞ്ഞു, ഉബയ്യ് തങ്ങൾക്ക് നിങ്ങൾ സൂറത്തുൽ ബയ്യിന ഓതിക്കൊടുക്കണം നബിയെ. ഉബയ്യ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അസ്മാനി റബ്ബി ഫിൽ മലഇൽ അലാ, ഉന്നതമായ ലോകത്ത് അല്ലാഹു എൻ്റെ പേര് പറഞ്ഞോ നബിയെ, എൻ്റെ പേര് പറഞ്ഞോ? ഖാല നഅം, ഉബയ്യ് ഇബ്നു കഅബ് എന്ന് പറഞ്ഞു ഉബയ്യേ. ഫബകാ ഉബയ്യ്, ഉബയ്യ് റളിയല്ലാഹു അൻഹു സന്തോഷം കൊണ്ട് കരഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹു നമ്മളെ പറ്റി പറയുന്നുണ്ടോ എന്ന് അറിയാൻ ഒരു എളുപ്പവഴിയുണ്ട്. അല്ലാഹു നമ്മളെ പറ്റിയൊക്കെ ആകാശലോകത്ത് പറയുന്നുണ്ടോ എന്നറിയാൻ. ഇതെന്താ? ഇൻ ദക്കറഹു ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സി, ഇൻ ദക്കറനി ഫീ മലഇൻ ദക്കർതുഹു ഫീ മലഇൻ ഖൈരിൻ മിൻ. നമ്മൾ അല്ലാഹുവിനെ ഓർക്കുകയാണെങ്കിൽ, നമ്മൾ ഒറ്റയ്ക്ക് ദിക്ർ ചൊല്ലുകയാണെങ്കിൽ, നമ്മൾ അല്ലാഹുവിനെ ഓർക്കുകയാണത്. നമ്മൾ ആരാരും കാണാതെ ഒറ്റയ്ക്ക് അല്ലാഹുവിനെ ദിക്ർ ചൊല്ലിയാൽ, അല്ലാഹുവിനെ ഓർത്താൽ, അല്ലാഹു അവന്റെ നഫ്സിൽ നമ്മളെ ഓർക്കും. അല്ലാഹു ഒറ്റയ്ക്ക്. ഒരു സദസ്സിലാണ് നമ്മൾ അല്ലാഹുവിനെ ഓർക്കുന്നത്, ഒരു വീട്ടിലാണ് നമ്മൾ അല്ലാഹുവിനെ പറ്റി പറയുന്നത്, ഒരു ക്ലാസ് റൂമിലാണ് നമ്മൾ അല്ലാഹുവിനെ പറ്റി പറയുന്നത്, ഒരു മജ്ലിസിലാണ്, ഒരു സ്വലാത്തിന്റെ ദിക്റിന്റെ മജ്ലിസിലാണ് നമ്മൾ അല്ലാഹുവിനെ പറ്റി പറയുന്നത്, ഒരു വഅദിലാണ് അല്ലാഹുവിനെ പറ്റി പറയുന്നതെങ്കിൽ അല്ലാഹു ആ സദസ്സിനേക്കാളും ഖൈറായ ഒരു സദസ്സിൽ വെച്ച് നിങ്ങളെ അല്ലാഹു ഓർക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ലോകത്ത് ഓർക്കപ്പെടണമെങ്കിൽ അല്ലാഹുവിനെ സംബന്ധിച്ച് ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്,
ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വരുന്നു, നബി തങ്ങളോട് പറയുന്നു, നബിയേ ഖദീജ ബീവിയോട് ഒരു സന്തോഷം പറയണം. വബശ്ശിർഹാ ബിബൈത്തിൻ ഫിൽ ജന്നതി മിൻ ഖസബിൻ ലാ സഖബ ഫീഹാ വലാ നസബ്. നബിയേ ഒറ്റമുത്തിനാലുള്ള മനോഹരമായ ഒരു കൊട്ടാരം, ഒരു ഒറ്റമുത്ത് കൊണ്ടുണ്ടാക്കിയ കൊട്ടാരം. ഇത് ഭൂമിയിലെ മുത്തുകളല്ല, ഇത് സ്വർഗ്ഗലോകത്തെ ലുഅ്ലുകളാണ്. ആ ഒറ്റമുത്തിന്റെ മനോഹരമായ ഒരു കൊട്ടാരം, ലാ സഖബ ഫീഹാ വലാ നസബ്, അതിൽ ക്ഷീണമോ അനാവശ്യ വർത്തമാനങ്ങളോ കേൾക്കേണ്ടി വരാതെ ഖദീജ ബീവിക്ക് സ്വസ്ഥമായി ഇരിക്കാനുള്ള ഒരു പാലസ് അല്ലാഹു ഒരു പേൾ കൊണ്ട്, ഒരൊറ്റ മുത്ത് കൊണ്ട് അല്ലാഹു ഉണ്ടാക്കുന്നുണ്ടെന്ന് അവരോട് പറഞ്ഞേക്കണേ നബിയെ. ഖദീജ വരാറായി, ഞാൻ ഈ പറഞ്ഞത് അവരോട് പറയണേ എന്ന് പറഞ്ഞ് ഹബീബിൽ നിന്ന് ഉയർന്നു പോകുന്ന ജിബ്രീൽ അലൈഹിസ്സലാം. എന്തുകൊണ്ടെന്നറിയുമോ? നബി തങ്ങൾ പറയുമായിരുന്നു, എന്റെ ഖദീജയെ അല്ലാഹു അത്രമേൽ ഇഷ്ടപ്പെട്ടത്. ആമനത് ബി യൗമ കഫറ ബിന്നാസ്, എന്നെ ജനങ്ങളെ വിശ്വസിക്കാത്ത കാലത്ത് എന്നെ വിശ്വസിച്ചവരല്ലേ ഖദീജ റളിയല്ലാഹു അൻഹാ. ഹബീബിന് ഭ്രാന്താണെന്ന് പറഞ്ഞ ആളുകള് അന്നേരത്തെ ഹബീബിനോട് എന്താ ഖദീജ ബീവി പറഞ്ഞത്? ഖല്ലാ വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദാ. നബിയെ, അല്ലാഹു നിങ്ങളെ കൈവടിയുകയില്ലല്ലോ. അല്ലാഹു നിങ്ങളെ കൈവടിയുകയോ? اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. പനി പിടിച്ചോടി വരികയാണ് ഹബീബായ തങ്ങൾ. ജമ്മിലൂനി ഖദീജ, എനിക്ക് പുതപ്പ് തരണേ ഖദീജ, പനി ബാധിച്ചിരിക്കുന്നു ഖദീജ. ആരോ എന്നെ വന്ന് കെട്ടിപ്പിടിക്കുകയും ഓതാൻ പറയുകയും ചെയ്തുവെന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ അനുഭവം പറയുമ്പോ മഹദി പറഞ്ഞ മറുപടിയുണ്ട്, കല്ലാ, അങ്ങ് പേടിക്കരുതേ. ലാ യുഖ്സികല്ലാഹു അബദാ, അല്ലാഹു നിങ്ങളെ കൈവടിയുകയില്ല ഭർത്താവേ. എന്തേ കാരണം? ഇന്നക ലതസ്വിലുർ റഹിം, നിങ്ങൾ കുടുംബബന്ധം ചേർത്തുന്നവരാണ്. വതഹ്മിലുൽ കല്ല, ഭാരം ചുമക്കുന്നവരാണ്. വതുഗീതുൽ മൽഹൂഫ, പാവപ്പെട്ടവരെ സഹായിക്കുന്നവരാണ്. വതുഈനു അലാ നവാഇബിൽ ഹഖ്, വെള്ളപ്പൊക്കമോ കൊടുങ്കാറ്റുകളോ ഭൂകമ്പങ്ങളോ ഉണ്ടായാൽ സഹായത്തിന് ഓടിച്ചെല്ലുന്നവരല്ലയോ നബിയെ നിങ്ങൾ? അങ്ങനത്തെ ഒരാളെ അല്ലാഹു കൈവിടിയില്ല. ഏറ്റവും നല്ല ചാരിറ്റി പ്രവർത്തനം നുബുവത്തിന്റെ മുമ്പ് ചെയ്ത സർട്ടിഫിക്കറ്റാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ സ്വന്തം ഭർത്താവിന് ഇത് കൊടുക്കുന്നത്. അതൊരു വലിയ സർട്ടിഫിക്കറ്റ് അല്ലേ? സ്വന്തം പെണ്ണുങ്ങളെടുത്ത് പുല്ല് വിലല്ല എത്ര നേതാക്കന്മാരുണ്ടാവും ലോകത്ത്. പെണ്ണുങ്ങളെടുത്ത് നോക്കണ്ടേ? നാട്ടില് വലിയ സംഭവമാണ്, പക്ഷേ വീട്ടില് പുല്ല് വില. അങ്ങനെ പറയില്ലേ, നാട്ടിൽ വിലയില്ലാത്ത നോക്കണ്ട, നാട് വിട്ടാ പുല്ല് വില ഉണ്ട്. അപ്പോ ഇതങ്ങനെയല്ല, നാട് വിട്ടാ ഭയങ്കര വിലയാണ്, നാട്ടില് പുല്ല് വിലയാണ്. ഭർത്താവിന്റെ നന്മകൾ എടുത്തു പറഞ്ഞത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ്. അത് ജനൂനാണ്, അത് ജനൂനാണ്. അവിടെ പിന്നെ അതിൽ മറയില്ല. അവർക്കിനെ മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ, ഉള്ളത് പറയാലോ പെണ്ണുങ്ങൾക്ക്. അത് പറഞ്ഞു മുത്തനബിയോട്. എന്ത്, നമ്മൾ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഇവിടെ നിന്നൊക്കെ നമ്മുടെ വോളണ്ടിയർമാരൊക്കെ പോയില്ലേ, വിഖായ വോളണ്ടിയേഴ്സ്, വൈറ്റ് ഗാർഡ് ഒക്കെ ഇറങ്ങിയില്ലേ നാടിലൊന്നാകെ, നിലമ്പൂരിലും കവളപ്പാറയിലും ഒക്കെ ചെന്ന് നമ്മൾ സഹായം ചെയ്തില്ലേ? അതിൻ്റെ ഒക്കെ നമ്മുടെ മാതൃക നമ്മുടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ വതുഈനു അലാ നവാഇബിൽ ഹഖ്, നുബുവത്തിന്റെ മുമ്പ് നിബിതങ്ങൾ ഏറ്റവും വലിയ റിലീഫ് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ ഖദീജ ബീവി പറഞ്ഞത്. ആ ഹബീബിനെ വിശ്വസിച്ചു. യൗമ കഫറ ബിന്നാസ്, ജനങ്ങൾ എന്നെ അവിശ്വസിച്ച കാലത്ത് എന്നിൽ വിശ്വസിച്ച ആദ്യത്തെ മുഅ്മിനത്തല്ലേ. ഇവിടെ പെണ്ണുങ്ങളുടെ മഹത്വം അറിയാൻ ഒരൊറ്റ കാര്യം മതി. ഇസ്ലാമിലെ ആദ്യത്തെ മെമ്പർഷിപ്പ് ഒരു പെണ്ണാണ്. ഇസ്ലാമിലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം ഇസ്ലാമിലെ ആദ്യത്തെ മെമ്പർഷിപ്പ് അതൊരു മഹദിയാണ്, ഖദീജ റളിയല്ലാഹു അൻഹ. പിന്നെയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്നത്. അതുപോലെ പെണ്ണുങ്ങളെ നിങ്ങൾക്ക് ഫഖറായിട്ട് അഭിമാനമായിട്ട് നബി തങ്ങൾ പറയുമായിരുന്നു, വആവതിനി യൗമ തറദനിന്നാസ്,
ജനങ്ങൾ എന്നെ അട്ടിയോടിച്ചപ്പോൾ എനിക്ക് അഭയം തന്നവളാണ് ഖദീജ റളിയല്ലാഹു അൻഹാ. വസദ്ദഖത്നി വമകദ്ദബനി الناس. ഞാൻ പറയുന്നത് നുണയാണെന്ന് ജനങ്ങൾ പറഞ്ഞ കാലത്ത് അങ്ങ് പറയുന്നത് സത്യമാണെന്ന് എന്നെ വിശ്വസിച്ചവരാണ്. വഅഅത്നി മാലഹാ യൗമ ഹറമനി الناس. ജനങ്ങൾ ദീനിന് പൈസ തരാതെ നിന്നപ്പോൾ നബിയെ എന്റെ കാശ് നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞ് ബിസിനസ്സിൽ നിന്ന് മഹദിക്ക് ലഭിക്കുമായിരുന്ന കാശ് ദീനിന് വേണ്ടി എടുത്തു കൊടുത്തവരാണ് ഖദീജ റളിയല്ലാഹു അൻഹാ. നാട്ടിൽ മദ്രസയൊക്കെ നടക്കാൻ നമ്മുടെ സഹോദരിമാരും സഹോദരന്മാരും ഒക്കെ ഈ മാതൃകയെ നമ്മൾ ഉൾക്കൊള്ളണം ഇൻഷാ അല്ലാഹ്. ആളുകൾ കൊടുക്കാതിരുന്ന കാലത്ത് എന്റെ ഖദീജ തന്നില്ലേ ദീനിന്? എന്നെ വിശ്വസിക്കാത്ത കാലത്ത് അവരെന്നെ വിശ്വസിച്ചില്ലേ? ജനങ്ങൾ എന്നെ കള്ളനാണെന്ന് പറഞ്ഞപ്പോ എന്നെ സത്യസന്ധമാക്കി വിശ്വസിച്ചില്ലേ അവര്? അതുകൊണ്ട് തന്നെ അല്ലാഹു സ്വർഗത്തിൽ ഒറ്റമുത്തിന്റെ ഭവനം കൊടുത്തു ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹ. അല്ലാഹുവേ ഞങ്ങൾക്കും നന്മ ചെയ്യാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ആമീൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. അവരുടെ പ്രിയപ്പെട്ട മോളാണ് അവിടുത്തെ എന്താ ലൈവില്ലേ? ക്ലിയർ ഇല്ല, സിഗ്നൽ ഇല്ല. ഓക്കെ. അപ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാണ് മഹദി റളിയല്ലാഹു തആല അൻഹ. അവരെ സംബന്ധിച്ച് സഹോദരിയുടെ മകൻ ഖാസിം എന്നിവർ പറയുന്നുണ്ട്, കാനത്ത് ആയിഷ റളിയല്ലാഹു അൻഹാ തസൂമുദ് ദഹർ. കാലം മുഴുവൻ നോമ്പെടുത്തിരുന്ന മഹദിയാണ് ഖദീജ ആയിഷ ബീവി റളിയല്ലാഹു തആല. ഒരുപാട് നോമ്പെടുക്കും, വിശുദ്ധ ഖുർആൻ ഒരുപാട് പാരായണം ചെയ്യും. ഒരുപാട് നമുക്കൊക്കെ ഇന്ന് ഈ ഫേസ്ബുക്കും വാട്സപ്പും ആ ഒരു ഡാറ്റയൊക്കെ വന്നതിന്റെ ശേഷം ഖുർആൻ ഓതാൻ പറ്റാതിരിക്കുന്ന ഒരു പ്രയാസങ്ങൾ അനുഭവിക്കണില്ലേ? ഖുർആൻ ഓതാൻ പറ്റൂല, അപ്പോഴേ കിട്ടി മെസ്സേജ് ഗ്രൂപ്പില്, പഠിച്ചവൻ എന്താ എടുത്തു നോക്കി, അപ്പോഴേക്കും ഫേസ്ബുക്കിന്റെ നോട്ടിഫിക്കേഷൻ വന്നു, അപ്പോഴേക്കും അത് വേറൊന്ന് ലിങ്ക് വന്നു, അപ്പൊ അത് കയറിപ്പോയി. പിന്നെ ഓതാൻ നേരല്ല. ഖുർആൻ ഓതാൻ കഴിയാതെ ഡാറ്റ അല്ലെങ്കിൽ വൈഫൈ ഉണ്ടായതിന്റെ പേരിൽ ഖുർആനിൽ നിന്ന് അകന്നു കഴിയുന്ന എത്രയായിരം നമ്മുടെ ചെറുപ്പക്കാർ. അതൊക്കെ ഒന്ന് കൂട്ടിവെച്ചിരുന്നെങ്കിൽ എത്ര ഖുർആൻ ഓതാമായി. ഒന്ന് ആലോചിച്ച് നോക്കി, ആ കഴിഞ്ഞ കാലം ഇനി വീണ്ടെടുക്കാൻ കഴിയുമോ? ഇല്ല. ഇനി വരാൻ പോകുന്ന കാലം തിരിച്ചു കിട്ടുമോ? ഇല്ല. അത് നമ്മൾ ഉപയോഗപ്പെടുത്തണ്ടേ? നമ്മൾ ഈ വായിച്ചു കൊണ്ടിരിക്കുന്നതിനേക്കാളൊക്കെ എത്ര വലിയ ശ്രേഷ്ഠമായതാണ് റബ്ബേ അല്ലാഹുവിന്റെ വചനം, എത്ര ശ്രേഷ്ഠമാണ് വിശുദ്ധ ഖുർആൻ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അരികത്തുകൂടെ നിസ്കാരം കഴിഞ്ഞാൽ മദീന പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഖാസിം റളിയല്ലാഹു അൻഹു മഹദി റളിയല്ലാഹു അൻഹയുടെ വീടിന്റെ അരികത്തുകൂടെയാണ് പോകുന്നത്. അബ്ഇയാണ് ഖാസിം എന്നവരെ അബ്ദഉ ബിബൈതി ആയിഷ റളിയല്ലാഹു അൻഹാ ഫഉസല്ലിമു അലൈഹാ. എൻ്റെ ഉമ്മയുടെ സഹോദരിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഞാൻ സലാം പറയും. ഞാൻ അങ്ങനെ ഒരു ദിവസം ചെന്ന് സലാം പറയാൻ നോക്കുമ്പോ മഹദി റളിയല്ലാഹു അൻഹ എഴുന്നേറ്റ് നിന്ന് തസ്ബീഹ് ചൊല്ലുന്നു. മഹദി പിന്നെ ഖുർആൻ ഓതുന്ന നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നു, ഖുർആൻ ഓതുന്നു. ഫാത്തിഹ കഴിഞ്ഞ് ബീവി ഇങ്ങനെ ഓതുന്നത് ഞാൻ കേട്ടു. ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ് സമൂം ഇന്നാ കുന്നാ മിൻ ഖബ്ലു നദ്ഊഹു ഇന്നഹു ഹുവൽ ബർറുർ റഹീം. മഹദി ഇങ്ങനെ ഓതാണ്. എന്തേലും അർത്ഥം? സ്വർഗത്തിലേക്ക് സിറാത്ത് പാലം കടന്ന് അക്കരെ എത്തിയാൽ, സിറാത്ത് പാലം നരകത്തിന്റെ മീതെ അല്ലാഹു സ്ഥാപിച്ച പാലമാണ്. ജിസ്റുൻ മദ്റൂബുൻ അലാ മത്നി ജഹന്നം അഹദ്ദു മിനസ് സൈഫി വഅഖഫു മിനശ് ശഅരി. മുടിയേക്കാൾ നേർത്തതും വാളിനേക്കാൾ മൂർച്ചയേറിയതുമായ ഒരു ബ്രിഡ്ജ് നരകത്തിന്റെ മീതെ. നമ്മളൊക്കെ കടന്നു പോകണം. അല്ലാഹു നമ്മെ സലാമത്തിലാക്കി തരട്ടെ. നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ ദീനിന്റെ സഹായികളായ നമ്മളെല്ലാവരെയും അല്ലാഹു സലാമത്തിലാക്കി തരട്ടെ. എത്ര വലിയ ഒരു ത്യാഗമാണ് റബ്ബേ. അമ്പിയാക്കന്മാരൊക്കെ പോകും,
ഉമ്മത്തികൾ കടക്കുമ്പോൾ നബി തങ്ങൾ ആ ബ്രിഡ്ജിന്റെ തലക്ക് നിൽക്കുന്നതാണ്. അവിടെ നിന്ന് പറയും അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം. പടച്ചവനെ രക്ഷപ്പെടുത്തണേ, അല്ലാഹുവേ എൻ്റെ ഉമ്മത്തിയാണ് ഈ പോകുന്ന രക്ഷപ്പെടുത്തണേ, അബ്ബേ എൻ്റെ ഉമ്മത്തിയാണ് ഈ പോകുന്ന രക്ഷപ്പെടുത്തണേ. അത് ഹബീബ് പറയണമെങ്കിൽ ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലണ്ടേ. 5 നേരത്തെ നിസ്കാരം നമുക്ക് കൊണ്ടുവന്ന ഹബീബ് ആ ഏൽപ്പിച്ചത് നമ്മൾ മുറുകെ കൊണ്ടു നടക്കണ്ടേ മുഅ്മിനെ. അല്ലാഹു നമ്മളോട് കരുണ കാണിച്ചുവല്ലോ. നരകത്തിന്റെ അദാബ് അല്ലാഹു നമുക്ക് തൊടാതെ രക്ഷപ്പെടുത്തിയല്ലോ. ഇന്നാ കുന്നാ മിൻ ഖബ്ലു നദ്ഉ, നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവരായിരുന്നുവല്ലോ. ദുനിയാവിൽ ദുആ ഇരക്കണം, അല്ലാഹുവേ രക്ഷപ്പെടുത്തണേ. ഇന്നഹു ഹുവൽ ബർറുർ റഹീം. ഖാസിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ആ പാരായണം മഹദി തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ മദീനയുടെ സൂക്കിലേക്ക് പോയി എളാമയോടൊന്ന് സലാം പറയാമെന്നതാ. എളാമ ഖുർആനിലാണ്, നിസ്കാരത്തിലാണ്, അങ്ങനെ ഓതുകയാണ്, നിസ്കാരത്തിൽ നിന്നുകൊണ്ട് ഓതുകയാണ്. ഞാൻ അങ്ങാടിയിൽ പോയി തിരിച്ചു വന്നു, അപ്പോഴും ബീവി ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു. فمن الله علينا ووقانا عذاب السموم إنا كنا من قبل ندعوه إنه هو البر الرحيم فذكر فما أنت بنعمة ربك بكاهن ولا مجنون. അത് സിദ്ദീഖ് എന്നവരുടെ മോള് ആയിഷ റളിയല്ലാഹു അൻഹ. ഇനി ഫാറൂഖ് എന്നവരുടെ മകൾ ഹഫ്സ റളിയല്ലാഹു അൻഹ ഹബീബിന്റെ ഭാര്യയാണ്. നിബിതങ്ങളുടെ ഭാര്യമാരുമായി ഒരു പിണക്കം നടന്ന കാലം. നിബിതങ്ങളുടെ ഭാര്യമാരെ അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് ഭൗതിക സാഹചര്യങ്ങൾ വേണമെന്ന ഡിമാൻഡിന്റെ മേൽ അവരെ ത്വലാഖ് ചൊല്ലി മറ്റൊരാളെ വിവാഹം ചെയ്യാൻ അനുമതി നൽകണോ എന്ന് തീരുമാനിച്ച് അവരുടെ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ പോകുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ഓടി വന്ന് നിബിതങ്ങളോട് പറയുന്നു, റാജിഅ ഹഫ്സ ഫഇന്നഹാ സവ്വാമത്തുൻ ഖവ്വാമ. നബിയെ, ഹഫ്സ ബീവിയെ അങ്ങ് സ്വീകരിക്കണേ, ഹഫ്സ ബീവിയെ അങ്ങ് കൈവടിയരുതേ, അവരങ്ങയുടെ ഭാര്യയായിട്ട് തന്നെ തുടരണം നബിയെ. ഫഇന്നഹാ സവ്വാമത്തുൻ ഖവ്വാമ. അവരൊരുപാട് നിസ്കരിക്കുന്നവരാണ്, ഒരുപാട് നോമ്പെടുക്കുന്നവരാണ്. ഇവരൊക്കെ ചെറിയ പ്രായക്കാരാണ്, യുവതികളാണ്, പക്ഷെ ഇബാദത്തിൽ മുമ്പിലാണ്. മുഅ്മിനത്തുകളെ, സീരിയലും സിനിമയും തീർന്നിട്ട് ഈ ലോകത്ത് മരിക്കാൻ വരെ നേരം കിട്ടൂല. യൂട്യൂബിലെ വീഡിയോ കണ്ട് തീർന്നിട്ട് മരിക്കാൻ നേരം കിട്ടൂല. നമ്മൾ അതിന്റെ പിന്നാലെ പോവല്ലേ? നമുക്ക് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനില്ലേ? സമയം കൊല്ലല്ലേ? മുആദത്തുൽ അദവിയ്യ എന്നൊരു മഹദിയെ നമുക്ക് പരിചയപ്പെടാം. അത് മഹാനായ ഒരു പണ്ഡിതന്റെ ഭാര്യയാണ്. സുലത്ത് ബിനു അശ്യം റളിയല്ലാഹു തആല അൻഹു താബിഇയാണ്. അവരുടെ ഭാര്യയായി ജീവിതത്തിലേക്ക് കടന്നു വരുന്ന മുആദത്തുൽ അദവിയ്യ, റാബിഅത്തുൽ അദവിയ്യ ബീവിയെ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലേ? അവരുടെ മഖാം ഫലസ്തീനിലാണ് റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ. മസ്ജിദുൽ അഖ്സയിൽ നിന്ന് തൊട്ടപ്പുറത്ത് സൈത്തൂൻ മലയുണ്ട്, മൗണ്ട് ഒലീവ്. സൽമാൻ അൽ ഫാരിസി തങ്ങളെ സിയാറത്ത് ചെയ്താൽ ഒന്നുകൂടെ മുമ്പോട്ട് ഒരു ഇറക്കത്തിലേക്ക് ചെന്നാൽ അവിടെയാണ് റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ. വലിയ ഫഖീഹത്തും വലിയ ആബിദത്തുമായിരുന്ന മഹദി. അതുപോലെ അറിയപ്പെട്ട ഒരു മഹദിയാണ് മുആദ് സ്വഹാബിയുണ്ട്, മുആദ എന്ന താബിഇയത്താണ്. മുആദത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ. വിവാഹം നടക്കുന്ന ദിവസമാണ്. എന്തെല്ലാം കോപ്രായങ്ങളാണ് നമ്മളൊക്കെ കാട്ടിക്കൂട്ടുന്നത് വിവാഹത്തിന്റെ തലേ ദിവസവും അതിന്റെ 2 ദിവസം മുമ്പും അന്നും ഒക്കെ. എന്തൊക്കെ ആ പരിപാടിയൊക്കെ നിന്നിക്കണല്ലേ ഇപ്പൊ അല്ലേ? നിർത്തിയില്ലേ? JCB കൊണ്ടുപോലൊക്കെ നിർത്തിയില്ല ഇപ്പൊ? മയ്യത്ത് കട്ടിൽ കൊണ്ടുപോലൊക്കെ അൽഹംദുലില്ലാഹ്. ഇനി തുടങ്ങാൻ പോവുകയാണോ? അല്ലാഹു അഅലം. കാലത്തിങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? ഉണ്ടാവില്ല. അൽഹംദുലില്ലാഹ്. ഉണ്ടാവാൻ സമ്മതിക്കുകയും ചെയ്യരുത്. അതാ ഞാൻ പറയുന്നത്. ഒരു ഇബാദത്തല്ലേ, അന്ന് കോപ്രായത്തരം കാട്ടരുത്. ജീവിതത്തിലെ ബർക്കത്തങ്ങ് നഷ്ടപ്പെടും. ഇന്ന് പ്രശ്നം എന്താ വെച്ചാൽ കല്യാണം നിയന്ത്രിക്കുന്ന കുട്ടികളാണ്. വീട്ടിലത്തെ വാപ്പിയും പൈസ അങ്ങനെ കൊടുക്കാന്നല്ലാണ്ട്. അപ്പൊ ആരാ ഈ പരിപാടിയൊക്കെ, ഈ നമുക്ക് പറ്റാത്ത ഈ പരിപാടിയൊക്കെ ആരാ കൊണ്ടുവന്നത്? ഭയങ്കര നിശാ നൈറ്റുകളും എന്താ പറയാ
നൃത്ത സംഗീതങ്ങളും ഒക്കെ അതിന് കുട്ടികളെ ഓരോതല്ല അവര് നമുക്കറിയില്ല ആര് കാരണന്മാര് വരെ ഒരേ പൈസ കൊടുക്കണത് ആ കുട്ടികള് എന്നാ പിന്നെ കുട്ടികളെ പൈസ കൊടുക്കട്ടെ അവര് നടത്താൻ നമ്മളെ നടത്തി കൊടുക്കുക അപ്പൊ നമ്മൾ അവരൊരുപോലെ കുറ്റക്കാരാണ് ഒരുപോലെ കുറ്റക്കാരാണ് ഞാൻ ഈ പറയുന്ന ഈ ചരിത്രം ഞാൻ തന്നെ വായിച്ചതിൽ അത്യപൂർവമായ അത്ഭുതമുള്ളൊരു ചരിത്രമാണ് വളരെ ചെറിയൊരു സംഭവമാണ് ഒരു പുതിയാപ്പിളക്ക് ഫസ്റ്റ് നൈറ്റിൽ കിടന്നുറങ്ങാൻ കഴിയാതെ ഇബാദത്തിലായി കഴിഞ്ഞ ഒരു അനുഭവമാണ് സുലത്ത് ഇബ്നു അഷ്യം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം വലിയൊരു മഹാനാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു ചരിത്രമുണ്ട് സിംഹം വന്ന് കാബൂളിൽ ഒരു ധർമ്മ സമരം നടക്കുമ്പോൾ സുലത്ത് ഇബ്നു അഷ്യം റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ മുമ്പിൽ ഒരു സിംഹം വന്നുപെട്ട ഒരു രംഗമുണ്ട് അത് മറ്റൊരു ചരിത്രം ഇതിലേക്ക് വരാം മുആദത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുകയാണ് സുലത്ത് ഇബ്നു അഷ്യം തങ്ങൾ അപ്പൊ അന്ന് കുളിപ്പുരകളാണ് അന്ന് പെയ്ഡ് ബാത്റൂമുകളുള്ള കാലമാണ് വീട്ടിൽ കുളിപ്പുരകൾ ഉണ്ടാവില്ല ചൂടുവെള്ളം കിട്ടണമെങ്കിൽ ചൂടുവെള്ളം കൊടുക്കുന്ന കുളിപ്പുരകളുണ്ട് അത് നമ്മള് ഇപ്പൊ ബാംഗ്ലൂരിലൊക്കെ ഇപ്പുണ്ടോന്ന് അറിയില്ല ബസ് ഇറങ്ങി ചെന്നാൽ കുളിക്കാൻ ഒരു ചെറിയ ആന്തരിക സോപ്പും ഒരു തോർത്തും തന്നിട്ട് 10 രൂപ 20 രൂപ കൊടുത്താൽ കുളിക്കാൻ പറ്റുന്ന സംവിധാനം അല്ലെ എപ്പോഴും ഉണ്ടാവില്ലേ ബാംഗ്ലൂർക്കാരൊന്നുമില്ലേ ഉണ്ട് ബാത്റൂമുകൾ വാടകക്ക് പറഞ്ഞാൽ കുളിച്ചു ഇറങ്ങി കൊടുക്കണേ പിന്നെ അങ്ങനെ സംവിധാനം അറബ് ലോകത്തുണ്ടായിരുന്നു അപ്പോ സുലത്ത് ഇബ്നു അഷ്യം തങ്ങളെ അന്ന് അത് ഒരു ഇന്നത്തെ സവാന അല്ലെങ്കിൽ സ്റ്റീം ബാത്ത് എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങൾ അന്നത്തെ രീതിയിൽ അന്നുണ്ട് സ്റ്റീം ബാത്ത് ഉണ്ട് അവിടെ ചുടുവെള്ളം കൊണ്ട് ആവി പിടിക്കലും ഒക്കെ ഉണ്ട് അതിനൊക്കെ ഇച്ചിരി എക്സ്പെൻസീവ് ആണ് അതൊക്കെ കൂടുതൽ ഉണ്ടായിരുന്നത് ഷാമിലാണ് ഡമസ്കസിലായിരുന്നു ഫലസ്തീനിലായിരുന്നു പക്ഷേ മദീനയുടെ പരിസരങ്ങളിൽ ഒക്കെ ഒരൽപ്പമെങ്കിലും അല്പം വളരെ ചെറിയ രീതിയിൽ കണ്ടിട്ടുണ്ട് കൂടുതൽ അങ്ങ് നോർത്ത് വെസ്റ്റിലായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത് ഇരിക്കട്ടെ സുലത്ത് ഇബ്നു അഷ്യം തങ്ങളെ മഹാനവറുകളുടെ സഹോദരപുത്രൻ നമുക്ക് നല്ലൊരു ഫ്രഷ് കുളിച്ച് പുതിയാപ്പിളായി പോവല്ലേ മഹാനവറുകളെ കുളിപ്പിക്കാൻ കൊണ്ടുപോയി അദ്ദേഹം ഒരു ആബിദാൻ ചെറുപ്പക്കാരനാണ് ഭയങ്കര ഇബാദത്താണ് അപ്പോ അവിടെ ചെന്ന് നോക്കുമ്പോ തിളച്ച വെള്ളമാണ് ചുടുവെള്ളം വീട്ടിലുണ്ടാക്കാൻ കഴിയില്ല ആ വെള്ളം മിക്സ് ചെയ്തിട്ടാണ് കുളിക്കുക അപ്പൊ നല്ല ആവിയും ചൂടുമൊക്കെ കിട്ടുന്ന ഒരു അന്നൊക്കെ തണുപ്പ് നാടാണ് ഷാമൊക്കെ തണുപ്പുള്ള നാടാണ് ഈ സമയത്തൊക്കെ അവിടെ നല്ല മഞ്ഞ് പെയ്യുന്നുണ്ടോ എന്ന് സംശയമുണ്ട് ഇപ്പോഴൊക്കെ ജോർഡാനിലൊക്കെ നല്ല തണുപ്പാണ് ഒരു യൂറോപ്പിന്റെ അക്കരെ മെഡിറ്ററേനിയൻ കടലല്ലേ ഫലസ്തീന്റെ പരിസരത്ത് മെഡിറ്ററേനിയൻ കടന്നാൽ സൈപ്രസിന്റെ അപ്പുറത്ത് ഇറ്റലിയും ഫ്രാൻസും ജർമ്മനിയും ഒക്കെ കിടക്കുകയാണ് അപ്പോ ഒരു യൂറോപ്പിന്റെ ഒരു കാലാവസ്ഥയുടെ ടച്ച് വരും അങ്ങ് ലെബനോൻ സിറിയയുടെ ഭാഗങ്ങളിലൊക്കെ ജോർഡാനിലൊക്കെ നല്ല തണുപ്പാണ് ഇപ്പൊ നല്ല തണുപ്പുള്ള സമയമാണ് ഇരിക്കട്ടെ മഹാനായ സുലത്ത് ഇബ്നു അഷ്യം തങ്ങള് അതിലേക്കണ്ട് കയറിയപ്പോൾ മഹാന് ഖബറും പരലോകത്തിന്റെ പേടിയും വേദനയും ഹിസാബും ഒക്കെ ഓർമ്മ വന്നു റബ്ബേ ഈ തിളച്ച വെള്ളം നരകവാസികൾക്ക് കുടിക്കാൻ കൊടുക്കുന്ന തിളച്ച വെള്ളമല്ല റബ്ബേ ഈ ഇരുട്ടുമുറിയിൽ എന്നെ ഈ വെച്ച് ഈ ആവി പിടിപ്പിക്കുന്നത് നരകത്തിന്റെ ആവിയാകുമോ സമൂമുൻ ഹമീം പേടിച്ചു മഹാനവറുകൾ അങ്ങനെ കല്യാണത്തിന്റെ ആ വൈകുന്നേരമാണ് കുളിയൊക്കെ കഴിഞ്ഞ് പുതിയ പെണ്ണിന്റെ അരികത്തേക്ക് മുആദത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹയുടെ അരികത്തേക്ക് പുതിയാപ്പിളയെ ആനയിച്ചു അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു മഹാനവറുകൾ നേരെ മുസല്ല വിരിച്ചു അല്ലാഹു അക്ബർ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു അപ്പൊ പുതിയണ്ണ് പിന്നെ എന്താ എന്റെ ഭർത്താവിന്റെ കഥ എന്ന് പറഞ്ഞിരുന്നില്ല അവരും പോയി ഒതു കൊടുത്തു മുസല്ല വിരിച്ചു അല്ലാഹു അക്ബർ രണ്ടാളും സലാം വീട്ടി അപ്പൊ അടുത്ത റക്അത്ത് നിസ്കരിക്കാൻ തോന്നി ഒരു റക്അത്ത് രണ്ടും കൂടെ കഴിയട്ടെ പുതിയണ്ണ് അപ്പുറത്തുണ്ട് പുതിയാപ്പിള ഇവിടെ ഉണ്ട് രണ്ടാളും നിർത്തണ്ടേ സുബ്ഹാനല്ലാഹ് നേരം വെളുക്കുന്നവരെ നിസ്കരിച്ചു അതിൽ ജ്യേഷ്ഠന്റെ മകൻ വന്ന് ചീത്തറിഞ്ഞു ഇങ്ങനെ പുതിയാപ്പിള ചെയ്യല് നേരം വെളുക്കുന്നവരെ നിസ്കരിക്കാനാ പോയി കല്യാണം കഴിച്ചു കൊടുത്തത് ഒന്ന് വർത്തമാനം അറിഞ്ഞിരിക്കേണ്ട ഒന്ന് പരിചയപ്പെടേണ്ട ദിവസല്ലേ ഇത് എന്ത് പരിപാടിയാണ് അപ്പൊ പറഞ്ഞു സഹോദരാ ദക്കർതനിൽ ആഖിറ പരലോകം നീ എനിക്ക് ഓർമ്മപ്പെടുത്തി ഞാൻ ഇതിൽ പേടിച്ചുപോയി
ഇങ്ങനൊരു സംഭവം ചരിത്രത്തിൽ അത്യപൂർവമാണ്. അത് സുലത്ത് ഇബ്നു അശയം റഹ്മത്തുള്ളാഹി അലൈഹിയിൽ സംഭവിച്ചൊരു അത്ഭുതമാണ്. അവരുടെ ഭാര്യയും അങ്ങനെ തന്നെയാണ്, മുആദത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹ. മഹാന്റെ കൂടെ ഒരു യുദ്ധത്തിന് സംബന്ധിച്ചപ്പോ അവര് പറയാണ്, ഒറ്റക്ക് കുറ്റിക്കാടിന്റെ മറവിൽ പോയി മഹാൻ നിസ്കരിക്കുമായിരുന്നു. അപ്പോ ഞാൻ പിന്നാലെ കൂടി, ഒരാൾ പറയുന്നു, ഞാൻ പിന്നാലെ ചെന്നു, എന്താണ് അവർ ചെയ്യുന്നത് എന്ന്. യസീദ് ഇബ്നു വാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, ഞാനൊരു മരത്തിന്റെ മീതെ കയറി ഞാൻ താഴെ നിന്നു. അപ്പോഴാണ് ഒരു സിംഹത്തിന്റെ ഗർജനം കേൾക്കുന്നത്. ഞാൻ പേടിച്ചു. ഞാനങ്ങ് മരത്തിന്റെ മീതെ കയറി. എല്ലാവരും ഉറങ്ങാണ്, സൈന്യം രാത്രിയിൽ അവർ വിശ്രമിക്കുകയാണ്. പക്ഷേ സുലത്ത് റഹ്മത്തുള്ളാഹി അലൈഹി നിസ്കാരത്തിലാണ്, തഹജ്ജുദിൽ. സുബ്ഹാനല്ലാഹ്, ആ സിംഹം വന്നു. ഞാൻ എന്നെ കടിക്കുമോ എന്ന് പേടിച്ച് മരത്തിന്റെ മുകളിൽ പേടിച്ചു നിൽക്കുകയാണ്. സുലത്ത് റഹ്മത്തുള്ളാഹി അലൈഹി റുകൂഉം സുജൂദൊക്കെ കൂളായി ആ സിംഹം അരികത്ത് വന്ന് മഹാനവറുകളുടെ മുമ്പിൽ വന്ന് ചെറിയ റോറിംഗ് ശബ്ദമുണ്ടാക്കി വരുന്നു. നിസ്കാരം മുറിച്ചില്ല. റബ്ബേ, സലാം വീട്ടുന്നവരെ ആ സിംഹം അരികത്ത് ഇങ്ങനെ ചാരിങ്ങനെ നിന്നിങ്ങനെ പോയി. മഹാനായ റഹ്മത്തുള്ളാഹി അലൈഹിയെ ഒന്നും ചെയ്തില്ല. ആ നോക്കി നിന്ന ആള് പറയാൻ, യസീദ് ഇബ്നു വാഹിദ് എന്നവർ പറഞ്ഞു, ഞാൻ വിചാരിച്ചു ഇപ്പൊ കടിക്കും, ഇപ്പൊ കടിച്ചില്ല. റുക്കൂയിൽ കടിക്കുമായിരിക്കും, അപ്പോഴും കടിച്ചില്ല. സുജൂദിലെത്തിയ ഉറപ്പായിട്ട് തലക്ക് കടിക്കുമായിരിക്കും, കടിച്ചില്ല. ഇങ്ങനൊരു മഹാത്ഭുതം ഞാൻ മഹാനെ കണ്ടു. എന്നിട്ട് ഞാൻ നേരം വെളുക്കുന്നവരെ ആ മഹാന്റെ പിന്നിൽ നിന്നു. ആ മഹാൻ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നുണ്ട് അല്ലാഹുവിനോട്. ആ ദുആ എന്നെ കരയിപ്പിച്ചു. പക്ഷേ ഞാനിത് കാണുന്നത് അവരറിഞ്ഞിട്ടില്ല. അങ്ങനെ സുബ്ഹിയാകുന്നതിന്റെ മുമ്പ് ക്യാമ്പിൽ എല്ലാവരും ഉറങ്ങുന്നിടത്തേക്ക് ഇദ്ദേഹം തിരിച്ചു വന്നു. എന്നിട്ട് പുതപ്പിനടിയിൽ ചെന്നിട്ട് സുബ്ഹിക്ക് എഴുന്നേൽക്കുമ്പോൾ ഒരാൾ ഊര് വലിഞ്ഞ് ഉറക്കം തീരാതെ എഴുന്നേൽക്കുന്ന ഒരാളെ പോലെ, ഉറങ്ങിയ ആളെ പോലെ നടിച്ചുകൊണ്ട് അദ്ദേഹം എഴുന്നേൽക്കുന്നതും ഞാൻ കണ്ടു. വളരെ റാഹത്തിൽ അവർ സുബ്ഹി നിസ്കരിച്ചു. ഞാൻ മെല്ലെ പോയിട്ട് ചോദിച്ചു, അല്ല, ഇന്നലെ സിംഹം വന്നതും നിങ്ങൾ ആ ദുആയിരുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, നിന്നോട് ഞാൻ മരണം വരെ മിണ്ടൂല എന്ന് പറഞ്ഞു സുലത്ത് ഇബ്നു അശയം റഹ്മത്തുള്ളാഹി അലൈഹി. നീ ഇത് ഫ്ലാഷ് ആക്കാൻ പോവാണല്ലേ? നമ്മളൊക്കെ സെൽഫി എടുക്കൂലേ സിംഹത്തിന്റെ മുമ്പ്? സുബ്ഹാനല്ലാഹ്, ഞാൻ നിന്നോട് മരണം വരെ മിണ്ടൂല, നീ എന്നെ പറ്റിച്ചല്ലേ, ഞാൻ ചെയ്തത് നീ എന്തിനാ നോക്കാൻ വന്നത്? അതാണ് പറഞ്ഞത്. തോന്നിവാസം ചെയ്തതല്ലത്, നന്മ ചെയ്തത് മറച്ചു വെക്കുകയാണ്. അതാണ് മുഅ്മിനീങ്ങളുടെ സ്വഭാവം. അങ്ങനെ ആവേണ്ടത്. ഒരു കാര്യം ചെയ്യുമ്പോഴേക്കും 10 ചെയ്തതായിട്ട് അങ്ങ് പ്രഖ്യാപിക്കുക, അങ്ങോട്ട് പരസ്യപ്പെടുത്തുക, അങ്ങനെയല്ല. നമ്മൾ ചെയ്യുന്ന തിന്മകൾ നമ്മൾ മറച്ചു വെക്കണില്ലേ? നമ്മുടെ നന്മയും മറച്ചു വെച്ചേക്കും. നമ്മൾ തിന്മ മറച്ചു പിടിക്കണില്ലേ? ആരും അറിയരുത് നന്മയും. അത് മഹദിയായ റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയുടെ വാക്കാണ്. നമ്മൾ മുആദത്തുൽ അദവിയ്യയാണ് ഈ പരിചയപ്പെടുന്നത്. റാബിഅത്തുൽ അദവിയ്യ എന്ന മഹദി പറഞ്ഞതാണ്, ഉക്തുമു ഹസനാതികും കമാ തക്തുമൂന സയ്യിആതികും. നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾ മറച്ചു പിടിക്കുന്ന പോലെ നിങ്ങളുടെ നന്മകളും നിങ്ങൾ ആരോടും വിളിച്ചു പറയണ്ട. അത് നിങ്ങളും അല്ലാഹുവും അറിഞ്ഞാൽ മതി. മുആദത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹ. യാ അല്ലാഹ്, സഹോദരിമാരെ, സഹോദരങ്ങളെ, ഇങ്ങനെ ജീവിച്ച ആളുകളെ പോലെ നമുക്ക് ആവാൻ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം. എന്നാലും ഇങ്ങനെയൊക്കെ ഉണ്ട് ഈ ജീവിതം. ഇത്രമേൽ സാർത്ഥമാക്കിയെടുക്കാം, അർത്ഥമുള്ളതാക്കി എടുക്കാൻ കഴിയുമെന്നെങ്കിലും നമ്മളൊന്ന് ആലോചിക്കേണ്ടേ? മഹദി റളിയല്ലാഹു തആല അൻഹ രാത്രിയായാൽ ഈ പുതിയ പെണ്ണ് മഹദിയായ മുആദത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ പറയും, നേരം വെളുത്താൽ അല്ലാഹു എനിക്കൊരു പകൽ തന്നു, ഈ പകലിൽ ഞാൻ മരിച്ചേക്കാം. അപ്പൊ രാത്രി വരെ ഇബാദത്താണ്. രാത്രി അബ്ബേ ഈ ഉറക്കത്തിൽ ഞാൻ മരിച്ചാലോ, അപ്പോഴും ഇബാദത്താണ്. അറിയാതെ ഉറങ്ങിപ്പോകുന്ന ഉറക്കമൊഴികെ. മഹാനായ സാബിത്തുൽ ബുനാനി റഹ്മത്തുള്ളാഹി അലൈഹി, അവരുടെ ഭർത്താവ് സുലത്ത് ഇബ്നു അശയം തങ്ങളും അവരുടെ മോനും ഷഹീദായ വിവരം മഹദി റളിയല്ലാഹു തആല അൻഹയെ അറിയിക്കുകയാണ്. ആ രംഗം സാബിത്തുൽ ബുനാനി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഭർത്താവ് മരിച്ചു, സുലത്ത് ഇബ്നു അശയം എന്നവരാ യുദ്ധത്തിൽ. മകനും മരിച്ചിട്ടുണ്ട്. രണ്ടാളും മരിച്ചു എന്ന് എങ്ങനെ ഒരു വീട്ടുകാരോട് എന്ന് പറയാ? ഇന്ന് സുബ്ഹാനല്ലാഹ്, ഇന്ന് എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് ഷൊർണൂരുള്ള അവരുടെ ഓങ്ങല്ലൂര്, ഇന്ന് പട്ടാമ്പിക്കടുത്ത ഓങ്ങല്ലൂര്, എവിടെയാണ് ഓങ്ങല്ലൂര്?
ചെർപ്പുളശ്ശേരി അടുത്തല്ലേ ഓങ്ങല്ലൂരിൽ അദ്ദേഹത്തിന്റെ എൻ്റെ സുഹൃത്ത് അബൂബക്കർ സഹാജിയുണ്ട്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ഇന്ന് വൈകുന്നേരം ഉച്ചക്ക് മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ മകൻ ഇന്നലെ മരണപ്പെട്ടു. മകൻ മരണപ്പെട്ടത് വാപ്പയെ അറിയിക്കാൻ കഴിയാത്ത വിധം അദ്ദേഹം രോഗാവസ്ഥയിൽ ഒരു കോമാ സ്റ്റേജിൽ കിടക്കുകയാണ്. അദ്ദേഹത്തോട് പറഞ്ഞ് 10 മിനിറ്റിനകം അദ്ദേഹവും മരിച്ചു, വാപ്പയും മകൻ മരിച്ചു എന്ന് പറഞ്ഞു കൊടുത്തതാണ്. അപ്പോഴേക്കും വാപ്പയും അസുഖമായി മകൻ ബ്ലഡ് ക്യാൻസർ ആയിട്ട് 2 മാസം ചികിത്സയിലായിരുന്നു. അല്ലാഹു ഒരാൾ ഉമ്മർ കുട്ടി, മകൻ വാപ്പ അഹമ്മദ് കുട്ടി എന്നാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. 2 പേർക്കും അല്ലാഹു നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ, സലാമത്ത് കൊടുക്കണേ തമ്പുരാനെ. മരിച്ചു എന്ന വിവരം അറിയിക്കുമ്പോൾ മനസ്സിൽ താങ്ങാൻ കഴിയില്ലല്ലോ, അങ്ങനെയല്ലേ? മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവറുകൾ അവസാന കാലം തങ്ങൾ അമേരിക്കയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് വന്നപ്പോഴും ഭാര്യ വഫാത്തായത് തങ്ങളോട് അറിയിച്ചിരുന്നില്ല എന്ന്. അത് മെല്ലയാ അറിയിച്ചത്. തങ്ങൾക്ക് എന്തെങ്കിലും ഇമോഷണലായി പോകുമോ? പക്ഷേ എല്ലാം അവധാനതയോടുകൂടെ കൈകാര്യം ചെയ്ത സയ്യിദ് അവറുകൾ ഭാര്യ വഫാത്തായിട്ടുണ്ടെന്ന് അറിയിച്ചു കൊടുത്തപ്പോ അവരുടെ ഖബറൊന്ന് കാണിച്ചു തരും, ഞാൻ പോയി നിസ്കരിക്കട്ടെ അവിടെ എന്ന് പറഞ്ഞ് ഖബറിങ്കിലേക്ക് നീങ്ങിയ മഹാനായ മർഹൂം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവറുകൾ. നമുക്കൊക്കെ മരണവാർത്ത സ്വീകരിക്കാൻ വലിയ പ്രയാസമാണ്. സാബിത്തുൽ ബുനാനി തങ്ങൾ പറയാൻ, മുആദത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയോട് നിങ്ങളുടെ ഭർത്താവ് സുലത്ത് ബിൻ അഷിയം തങ്ങളും നിങ്ങളുടെ മകനും മരണപ്പെട്ടിട്ടുണ്ട്, ഷഹീദുകളാണ് എന്ന് പറയാൻ ചെല്ലുമ്പോൾ ഒരു കൂട്ടം പെണ്ണുങ്ങൾ വന്നപ്പോൾ മഹദി അവരോട് പറഞ്ഞൊരു വാക്കുണ്ട്, മർഹബൻ ബികുന്ന ഇൻ കുൻതുന്ന ജിതുന്ന ലിതുഹന്നിഅനി. നിങ്ങൾ എന്നെ ആശ്വസിപ്പിക്കാനും നിങ്ങൾ എന്നെ അഭിനന്ദനം അറിയിക്കാനാണ് വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് വരാം. അഭിനന്ദനങ്ങൾ, കൺഗ്രാറ്റുലേഷൻസ്. അങ്ങനെ ഉണ്ടോ? മരിച്ചൊരു വീട്ടിൽ ചെന്നിട്ട് അഭിനന്ദനങ്ങൾ എന്ന് പറയൂ ആരെങ്കിലും? നിങ്ങൾ എന്നോട് പറയേണ്ടത് അഭിനന്ദനങ്ങൾ, മുആദ നിങ്ങൾ സന്തോഷിച്ചോളൂ എന്നാണ് പറയാൻ. അങ്ങനെയാണെങ്കിൽ വന്നോളൂ എന്നല്ലാതെ എന്റെ ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്ന് കരയാനാണെങ്കിൽ എന്റെ വീട്ടിലേക്ക് കയറരുത് എന്നവരെ പറഞ്ഞയച്ച മഹദി കൂടിയാണ് മുആദത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ. എന്തേന്നറിയോ? മുസീബത്തുകളെ സ്വീകരിക്കാനുള്ളൊരു മനക്കരുത്ത് നമുക്ക്. ഈ ലോകം അങ്ങനെയാണ്. എപ്പോഴും നമ്മൾ വിചാരിക്കണം നമ്മൾ മരിക്കും, നമ്മുടെ കുടുംബം, നമ്മുടെ മക്കള് ഒക്കെ, അവർക്കൊക്കെ പരീക്ഷണങ്ങൾ വരും. നമ്മൾ അതറിയണം, അത് ചിന്തിക്കണം, അത് സ്വീകരിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറാവണം. പെട്ടെന്ന് ഷോക്കായി മരിക്കുക, അതിന്റെ ആവശ്യമില്ല. ഈ ലോകം അങ്ങനെയാണ്. നമ്മുടെ ഇഷ്ടപ്പെട്ടവർ നമ്മളെ വേർപിരിഞ്ഞു എന്ന് അടുത്ത 1 മണിക്കൂറിനുള്ളിൽ കേൾക്കേണ്ടി വന്നേക്കാം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അഫീറത്തുൽ ആബിദ റളിയല്ലാഹു തആല അൻഹ മറ്റൊരു മഹദി. ഈ മുആദ മഹദിയെ കുറിച്ച് പറയുന്നുണ്ട്. മരണം ആസന്നമായപ്പോൾ മുആദ ബിവി റളിയല്ലാഹു അൻഹ മരണമാസന്നമായപ്പോൾ ചിരിക്കുകയും കരയുകയും ചെയ്തിട്ടുണ്ട്. ആദ്യം കരഞ്ഞു, പിന്നെ അങ്ങ് ചിരിച്ചു. അപ്പൊ മരണാസന്നമായി കൊണ്ടിരിക്കുകയാണ്. മുആദ ബീവിയോട് ചോദിച്ചു, ഒരു താബിഇയ്യത്താണ്, സ്വഹാബിയത്തല്ല, എന്തിനാണ് നിങ്ങൾ ബക്കൈതി സുമ്മ ദഹക്തി? മുആദ നിങ്ങൾ കരഞ്ഞുവല്ലോ പിന്നെ ചിരിച്ചുവല്ലോ. ഫമിമ്മൽ ബുകാഉ വമിമ്മൽ ദഹക്. എന്തിനാണ് നിങ്ങൾ ചിരിച്ചത്, എന്തിനാണ് കരഞ്ഞത്, ഒന്ന് പറഞ്ഞു തരാൻ കഴിയുമോ? അപ്പൊ മെല്ലെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. സഖറാത്തിൽ കിടക്കുന്ന മഹദി, യാ അല്ലാഹ്, ഞാൻ കരഞ്ഞത് ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഇനി നോമ്പെടുക്കാൻ കഴിയില്ലല്ലോ എന്ന് ഞാൻ ഓർത്തുപോയി. നിസ്കരിക്കാൻ കഴിയില്ലല്ലോ എന്ന് ഓർത്തുപോവുകയാണ്. അപ്പോഴെനിക്ക് സങ്കടം തോന്നി. എന്നോടൊരാൾ പറഞ്ഞു, രാത്രിയാവാൻ കൊതിയാണിപ്പോ, തഹജ്ജുദ് നിസ്കരിക്കാലോ എന്ന് വിചാരിച്ചിട്ട് രാത്രിയാവാൻ കൊതിയൂറി നടക്കുകയാണ്. അതൊക്കെ ഒരു വലിയ ഈമാനിന്റെ വാക്കാണ്. അള്ളാഹു നമുക്കൊക്കെ ആ ആനന്ദം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. രാത്രിയാവാൻ കൊതിച്ചത്, പകല് മുഴുവൻ രാത്രിയുണ്ടല്ലോ, എനിക്ക് അള്ളാഹുവിനോടൊന്ന് തുറന്ന് സംസാരിക്കണം, എനിക്ക് റബ്ബിന്റെ മുമ്പിൽ എന്റെ വിഷയം രാത്രി വരുന്നുണ്ടല്ലോ, അൽഹംദുലില്ലാഹ്. എന്താണ് പറയണത് മുഅ്മിനെ? ഒരു തലശ്ശേരിയുള്ള ഒരാളാണ് പറഞ്ഞത്, യാ അല്ലാഹ്, നമുക്കൊക്കെ അള്ളാഹു ഈമാൻ നൽകട്ടെ. എന്താണ് പറയുന്നതൊക്കെ? സത്യസന്ധമായിട്ട് പറയാം, വേറൊന്നിനും കിട്ടാനൊന്നുമില്ലല്ലോ, ആരും അറിയിക്കാനൊന്നും അല്ലല്ലോ. അത് തഹജ്ജുദിന് ഒരു ആനന്ദം വരുന്നു.
ഞാൻ കരഞ്ഞത് ഇനി അല്ലാഹുവിനെ സുബ്ഹാനല്ലാഹ് പറയാൻ എന്റെ നാവ് കൊണ്ട് കഴിയില്ലല്ലോ. മരിക്കല്ലേ, സ്വലാത്തിന്റെ മജ്ലിസിൽ ഇനി ഇരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ കരയാൻ തുടങ്ങിയത്, കൊണ്ടാണ് ഞാൻ കരഞ്ഞത്. പിന്നെ ഞാൻ ചിരിക്കാൻ കാരണം ഇന്നി നളർതു ഇലാ അബിസ്സുഹ്ബാ, ഞാൻ മരിക്കാൻ പോകുന്ന ഈ നേരത്ത് എന്റെ ഭർത്താവ് അബുസ്സുഹ്ബാ, അതായത് സുലത്ത് ബിൻ അശിയം റഹ്മത്തുള്ളാഹി അലൈഹി, സുഹ്ബാഇന്റെ ഉപ്പ, എനിക്ക് അബുസ്സുഹ്ബാഇനെ കാണാൻ കഴിഞ്ഞു. മരിക്കുമ്പോൾ അങ്ങനെ കാണാൻ കഴിയുന്ന, മരിച്ചു കഴിഞ്ഞാൽ അതിലേറെ കാണും. മലക്കുകളെ മരിക്കാൻ പോകുന്ന ഒരാൾ കാണുന്ന, മരിച്ചാൽ അതിലേറെ കാണും. മുൻകർ നക്കീർ അലൈഹിസ്സലാമിനെ കാണൂലേ? ജനാസ അനുഗമിക്കുമ്പോൾ മലക്കുകളെ കാണും മയ്യിത്ത്. പരിശുദ്ധ നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു